العالمين نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وقائدنا ومعلمنا وأسوتنا ورسولنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم صدق الله العلي العليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവന് ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും അവന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ നമുക്ക് പുറത്തു തരികയും അവന്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിച്ച് സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കെല്ലാവർക്കും പ്രവേശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ ലോകത്ത് നമ്മൾ ഏറ്റവും അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ആരെയാണ്? നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരെയാണ്? ആരെയാണ് വിലമതിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഭൂമിയിൽ, ദുനിയാവിൽ നമ്മുടെ സമൂഹം കണ്ടുവച്ചിരിക്കുന്ന ചില ഉത്തരങ്ങളുണ്ട്. പ്രയോഗത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മറുപടികൾ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മറുപടികൾ ഏറ്റവും അധികം ആദരിക്കേണ്ടത് ഏറ്റവും അധികം സമ്പന്നനായ ഒരാളെയാണ്. ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത് വലിയ തറവാടുള്ള കുടുംബ പാരമ്പര്യമുള്ള ആളുകളെയാണ്. ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് നല്ല സൗന്ദര്യമുള്ള അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവനെ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവളെയാണ്. ഏറ്റവും അധികം വിലമതിക്കേണ്ടത് സമൂഹത്തിൽ പ്രശസ്തനായ ആളെയാണ്. ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന
നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിൽ, ലോകത്ത് ഫലത്തിൽ, തത്വം എന്ത് പറഞ്ഞാലും ഫലത്തിൽ ജനങ്ങൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാകുന്നു. എന്നാൽ തീർത്തും ഭിന്നമാണ് നമുക്കറിയാവുന്നതുപോലെ അഭൗമിക ലോകത്തുള്ള അള്ളാഹുവിന്റെ മറുപടികൾ. ഭൂമിയിലുള്ള മനുഷ്യരുടെ മറുപടി ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഭൂമിക്കപ്പുറത്ത് ആകാശത്തു നിന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടികൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആരെയാണ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്, ആരെയാണ് സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഭൂമിയിലുള്ള മനുഷ്യരുടെ സങ്കല്പങ്ങൾ എന്തായാലും ആകാശലോകത്തു നിന്നുള്ള അള്ളാഹുവിന്റെ വഹയ്യ് വളരെ കൃത്യമായി ഈ കാര്യങ്ങളുടെയൊക്കെ മാനദണ്ഡങ്ങൾ നിർണയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മനുഷ്യർ വിലമതിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് ആരെ എന്ന ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ നിർണയം നൽകിയിരിക്കുന്ന 2-3 വചനങ്ങളാണ്, സൂറത്ത് അൽ അൻആമിലെ വചനങ്ങളാണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു പ്രത്യേകമായ നിർദ്ദേശം, വലാ തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു. രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ, അവർ അള്ളാഹുവിന്റെ വജ്ഹ്, പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ താങ്കൾ ഒരിക്കലും ആട്ടിയകറ്റാൻ പാടുള്ളതല്ല. മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈ. അവരുടെ കണക്കുമായി നിനക്ക് യാതൊരുവിധ ബന്ധവുമില്ല, നിന്റെ കണക്കുമായി അവർക്കും യാതൊരുവിധ ബന്ധവുമില്ല. ഫതതുറുദഹും ഫതകൂന മിനൽ ളാലിമീൻ. എന്നിരിക്കെ അവരെ ആട്ടിയകറ്റിക്കൊണ്ട് നീ അക്രമികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടുള്ളതല്ല. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ചിലരെ കൊണ്ട് പരീക്ഷിക്കുകയാണ്. അവര് പറയുന്നത് അഹൗലായി മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിന. ഈ ആളുകളാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകമായി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത്, ഈ ആളുകൾക്കാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അലൈസല്ലാഹു ബിഅഅലമ ബിശ്ശാകിരീൻ. ഏറ്റവും അധികം നന്ദിയുള്ളവരാരാണ് എന്നറിയുന്നത്, നന്നായി അറിയുന്നവൻ അല്ലാഹു അല്ലേ. താങ്കളുടെ അടുത്ത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ വന്നാൽ ഫഖുൽ സലാമുൻ അലൈക്കും, അവരോട് സലാം പറയുക. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ. നിങ്ങളുടെ റബ്ബ് അവന്റെ ബാധ്യതയായി, കാരുണ്യത്തെ അവന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അവരെ അറിയിക്കുക. അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവിവേകം കൊണ്ട് തിന്മകൾ ചെയ്താൽ, എന്നിട്ട് പശ്ചാത്തപിച്ചാൽ, അങ്ങനെ നല്ല കാര്യങ്ങൾ പിന്നീട് അവർ ചെയ്തു തുടങ്ങിയാൽ ഫഅന്നഹു ഗഫൂറുർ റഹീം. നിശ്ചയം അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്നവരെ അറിയിക്കുക. മുശ്രിക്കുകളുടെ കൂട്ടത്തിലെ വലിയ ആളുകൾ, അവരുടെ പ്രധാനികളായ ആളുകൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, പ്രവാചകന്റെ അടുത്ത് സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരായി ഗണിക്കപ്പെടുന്ന കുറെ ആളുകളുണ്ട്. സുഹൈബ്, ബിലാല്, അമ്മാർ, ഖബ്ബാബ്, സൽമാൻ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും പോലുള്ള ആ സമൂഹത്തിലെ വളരെ താഴെ തട്ടിലുള്ള ആളുകളായി ഗണിക്കപ്പെടുന്ന ആളുകൾ. അങ്ങനെ ഇവരുടെ അടുത്തുകൂടെ, അവരുടെ കൂടെ പ്രവാചകനുമുണ്ട്, അടുത്തുകൂടെ കടന്നുപോയപ്പോ മുശ്രിക്കുകളുടെ ഈ നേതാക്കന്മാർ പറഞ്ഞത്രേ, ഈ ആളുകളാണോ മുഹമ്മദിന്റെ ആളുകൾ, ഞങ്ങളുടെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ? അതാണ് ഖുർആൻ പറയുന്നത്, ഇവരെ അഹൗലായി മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിന, ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അനുഗ്രഹിച്ചത് ഇവരെയാണോ? ഈ സാധുക്കളെ, ഒന്നിനും കൊള്ളാത്ത സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഈ ആളുകളെ ആണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്നത്? ഈ ആളുകളെയാണോ? ഇവരെന്തിനാണ് കൊള്ളുക എന്ന് അവർ പരിഹസിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ ആട്ടി മാറ്റണം, അവരെ മാറ്റി നിർത്തണം. കാരണം ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല അവരെ പോലുള്ള സമൂഹത്തിലെ അധകൃതരായ ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവരെ മാറ്റണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെട്ടു.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സാധ്യമല്ല. വലാ തത്റുദില്ലദീന യദൂന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു. ഒരിക്കലും ആ ആളുകളെ ആട്ടിയകറ്റാൻ പാടുള്ളതല്ല. രാവിലെയും വൈകുന്നേരവും പടച്ചറബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യര്, അവരെ ആട്ടിയകറ്റാൻ പാടുള്ളതല്ല. വിശദീകരണങ്ങളിൽ മുഫസ്സിറുകൾ പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെട്ടു, ഇനി അവരെ സഹിക്കണമെന്ന് വെച്ചാൽ തന്നെ ഞങ്ങളും അവരും ഒരേ മജ്ലിസിൽ ഇരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രവാചകനുമായി സംസാരിക്കാൻ വേറെ ഒരു മജ്ലിസ് വേണം. അങ്ങനെ അവര് വേറെ സംസാരിക്കട്ടെ, ഞങ്ങൾ വേറെ സംസാരിക്കട്ടെ. അഷ്റാഫ് ഖുറൈശുകളുടെ മാന്യന്മാരായ ആളുകൾ, അവരുടെ പ്രധാനികളായ ആളുകൾക്ക് മുഹമ്മദ് ഒരു പ്രത്യേകമായ സദസ്സുണ്ടാക്കണം. പാവങ്ങളുടെ സാധുക്കളുടെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല, കാരണം അത് ഞങ്ങളുടെ അന്തസ്സിന് അഭിമാനത്തിന് ചേർന്നതല്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വേള തോന്നിപ്പോയി എന്നാണ് പറയുന്നത്, എന്തുകൊണ്ട് സമൂഹത്തിലെ ഈ പ്രധാനികൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു സദസ്സുണ്ടാക്കി അവരോട് സംസാരിച്ചുകൂടാ? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അത് പാടുള്ളതല്ല. ഇങ്ങനെ ഒരു ഉച്ചനീചത്വം ഭൂമിയിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അത് ആകാശലോകത്ത് അനുവദിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തുള്ള മാനദണ്ഡങ്ങൾ ഭൂമിയിലെ മാനദണ്ഡങ്ങൾ അല്ല. മനുഷ്യരുണ്ടാക്കി വെച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇതൊക്കെ ശരിയായിരിക്കും. അവരുടെ കൂട്ടത്തിലെ തറവാടിത്തമുള്ളവനെ, അല്ലെങ്കിൽ സമ്പന്നനെ, അല്ലെങ്കിൽ തടിമിടുക്കുള്ളവനെ, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവനെ പ്രാധാന്യം നൽകുക, അവരെ വിലമതിക്കുക, അവരെ പരിഗണിക്കുക എന്നതൊക്കെ ഭൂലോകത്ത് നടക്കുന്നുണ്ടാകും മനുഷ്യരുടെ നിയമങ്ങളിൽ. പക്ഷേ അഭൗമിക ലോകത്ത്, ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു തന്നിട്ടുള്ളതല്ല ഈ മാനദണ്ഡങ്ങൾ. ഒരിക്കലും അവരെ ആട്ടിയകറ്റുവാൻ പാടുള്ളതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമായ നിർദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയായിരുന്നു ഈ ആയത്തിലൂടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരിക്കലും അവരെ ആട്ടിയകറ്റുവാൻ പാടുള്ളതല്ല. അങ്ങനെ ആട്ടിയകറ്റുകയാണ് എങ്കിൽ ഫതകൂന മിനൽ വാലിമീൻ, പ്രവാചകൻ വാലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും, അക്രമികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അവരൊരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകുകയാണ്. അബസ വ തവല്ല എന്ന് പറയുന്ന തുടങ്ങുന്ന സൂറത്ത് വളരെ പ്രസിദ്ധമാണ്. നിങ്ങൾ പലപ്പോഴും അത് കേട്ടിരിക്കും. ഇതേപോലുള്ള സമാനമായ ഒരു സംഭവത്തിലാണ് ആ ആയത്തുകൾ അവതരിച്ചത്. അബസ വ തവല്ല, അദ്ദേഹം മുഖം ചുളിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. മുഖം തിരിക്കുകയും മുഖം ചുളിക്കുകയും ചെയ്തു. അദ്ദേഹം എന്ന് പറയുന്നത് പ്രവാചകനെ പറ്റിയാണ്. പ്രവാചകനോടുള്ള സ്നേഹവും പ്രവാചകനോടുള്ള കാരുണ്യവും പ്രവാചകനോടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ആദരവും നിലനിൽക്കുന്നതുകൊണ്ട് സയ്യിദ് ഖുത്ബിനെ പോലുള്ള പണ്ഡിതന്മാര് പറയുന്നത്, അത് നേർക്ക് നേരെ നീ മുഖം തിരിച്ചു എന്ന് പറയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വിലമതിക്കുന്നത് കൊണ്ട്, ആഗ്രഹിക്കാത്തത് കൊണ്ട് അദ്ദേഹം മുഖം തിരിച്ചു കളഞ്ഞു, അദ്ദേഹം മുഖം ചുളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് പ്രവാചകനെ അധിക്ഷേപിക്കുകയാണ് ഖുർആനിലെ കുറെ ആയത്തുകളിലൂടെ. ഈ സംഭവം വളരെ പ്രസിദ്ധമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനും ദരിദ്രനുമായിരുന്ന ഒരു സഹാബിയായിരുന്നു. അപ്പോ വലിയ ആളുകളുടെ കൂടെ പ്രവാചകൻ ഇരുന്ന് സംസാരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, അബൂജഹലുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് ഉണ്ട്. ഇങ്ങനെ വലിയ ഖുറൈശികളുടെ കൂട്ടത്തിൽ വലിയ പ്രമാണികളായ ആളുകളുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വരുന്നത്. അദ്ദേഹത്തിന് അറിയുകയില്ല ആരാണ് റസൂലിന്റെ അടുത്തുള്ളത് എന്ന്. ഒരു അന്ധനാണ് അദ്ദേഹം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ റസൂലിന്റെ താല്പര്യം കൊണ്ടല്ല, ഇസ്ലാമിന്റെ താല്പര്യം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ചിന്തിച്ചത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനികളെ ഇസ്ലാമിലേക്ക് കിട്ടിയാൽ അതോടുകൂടി അറേബ്യയെ മുഴുവനും അതിജയിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായി മനസ്സിലാക്കുന്നു. റസൂല് തന്നെ തുടക്കം മുതലേ പ്രാർത്ഥിച്ചിരുന്നത് രണ്ടിലൊരു ഉമറിനെ പടച്ചവനെ ഈ ദീനിന് നൽകണമേ എന്നായിരുന്നു. ഒന്നുകിൽ അബൂജഹലിനെ അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബിനെ. കാരണം അങ്ങനെ ശക്തിയുള്ള ഒരാൾ ഈ ദീനിന്റെ കൂടെ ഉണ്ടെങ്കിലേ ഈ ദീനിനെ വിജയിപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്ന് സ്വാഭാവികമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ അല്ലാഹു റസൂലിന്റെ പ്രാർത്ഥന കേട്ട് ഉമറിനെ ഇസ്ലാമിന് നൽകി. സഹാബിമാർ പറഞ്ഞിട്ടുണ്ട്, ഉമർ ഇസ്ലാമിലേക്ക് വന്ന ശേഷം ഞങ്ങളൊക്കെ തല ഉയർത്തി നടക്കാൻ തുടങ്ങി. ഞങ്ങൾ ആരെയും പേടിക്കാതെ ധൈര്യമായിട്ട് നടക്കാൻ തുടങ്ങിയത് ഉമർ ഇസ്ലാമിലേക്ക് വന്ന ശേഷമാണ് എന്നാണ്. അപ്പോ ഉമറിനെ പോലുള്ള ഒരാളുടെ ഇസ്ലാമിലേക്കുള്ള വരവ്
ഇസ്ലാമിക സമൂഹത്തിന് വലിയ സഹായകമാകുമെന്ന് അറിയുന്നത് കൊണ്ടാണ് റസൂൽ രണ്ടിലൊരു ഉമറിനെ പടച്ചവനെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ക്രാന്തദർശിയായ രാഷ്ട്രീയക്കാരനായിരുന്നു പ്രവാചകൻ എന്നതുകൊണ്ട് ഈ സമൂഹത്തിലെ പ്രമാണികളായ ആളുകളെ ഇസ്ലാമിന് ലഭിച്ചാൽ അവരിലൂടെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കൊണ്ട് ഇസ്ലാമിന് വേണ്ടി മാത്രമാണ് ഈ പ്രമാണികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചത്. അല്ല റസൂലിന് പ്രത്യേകമായി ഒരു താല്പര്യവുമില്ല അബൂജഹലിനെയും ഉത്ബത്തിനെയും ശൈബത്തിനെയും പരിഗണിക്കണം എന്ന്. അവരോട് പറയേണ്ടിടത്ത് പറയേണ്ട വർത്തമാനങ്ങൾ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവരെ നേരിടേണ്ടിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നേരിട്ടിട്ടുണ്ട്. അപ്പോ അതേ റസൂൽ തന്നെ ഇസ്ലാമിന് വേണ്ടി ഇപ്പോ ഈ അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമിനേക്കാൾ പരിഗണിക്കേണ്ടത് ഇസ്ലാമിന്റെ തന്നെ താല്പര്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഇവരെയാണ് എന്ന് തോന്നി അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലേ അല്ലിംനി മിമ്മ അല്ലമകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് എനിക്കും പഠിപ്പിച്ചു തന്നാലും എനിക്കും വായിച്ചു തന്നാലും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോൾ അത് അരോചകമായി റസൂലിന് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ റസൂലിന്റെ ഈ അരോചകമായ ഈ അവസ്ഥ പ്രകടിപ്പിക്കുകയാണ് മുഖം ചുളിച്ചതിലൂടെ അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമിനെ പരിഗണിക്കാതിരിക്കുന്നതിലൂടെ ചെയ്യുന്നത്. അപ്പോഴാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തമായ ഇടപെടൽ, ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ ആക്ഷേപം, കഠിനമായ ശകാരം, അബസ വതവല്ല, പിന്തിരിഞ്ഞു കളഞ്ഞു അദ്ദേഹം, മുഖം ചുളിച്ചു കളഞ്ഞു അദ്ദേഹം. അൻജാഅഹുൽ അമ, ഒരു അന്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന സന്ദർഭത്തിൽ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, നിനക്കെന്തറിയാം, താങ്കൾക്ക് എന്തറിയാം. അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകനെ നേർക്ക് നേരെ വിളിക്കുകയാണ്. താങ്കൾക്ക് എന്തറിയാം, ലഅല്ലഹു യസ്സക്ക, ഈ മനുഷ്യൻ, ഈ വന്ന മനുഷ്യൻ അദ്ദേഹം സംസ്കൃതനായേക്കാം, സംശുദ്ധനായേക്കാം, കൊടുക്കുന്ന കാര്യങ്ങളിലൂടെ അദ്ദേഹം ഒരു ശുദ്ധനായ മനുഷ്യനായേക്കാം. ഔ യദ്ദക്കറു ഫതൻഫഉഹു ദിക്റ, അല്ലെങ്കിൽ താങ്കളുടെ ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം, താങ്കളുടെ ഉണർത്തൽ, ഉത്ബോധനം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. അമ്മാ മനിസ്തഗ്ന, എന്നാൽ സമ്പന്നനായ മനുഷ്യൻ, ഫഅൻത ലഹു തസദ്ദ, അയാളോടാണ് താങ്കൾ സംസാരിച്ചത്, അയാൾക്കാണ് താങ്കൾ മുഖം കൊടുത്തത്, അയാൾക്കാണ് താങ്കൾ ചെവി കൊടുത്തത്. വമാ അലൈക അല്ലാ യസ്സക്ക, ഈ വന്ന പ്രമാണികൾ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിനക്കെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവർ സംശുദ്ധരായി തീർന്നിട്ടില്ലെങ്കിൽ, വമാ അലൈക അല്ലാ യസ്സക്ക, അവര് ഇതിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിനക്കെന്താണ്? എന്തിനാണ് നീ അവർക്ക് വേണ്ടിയിട്ട് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? വമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ, താങ്കളുടെ അടുത്തേക്ക് ഈ ഓടി വന്നിരിക്കുന്ന മനുഷ്യൻ, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമിനെ പറ്റി പറയുകയാണ്. വഹുവ യഖ്ശാ, അദ്ദേഹം അള്ളാഹുവിനെ പേടിക്കുന്നവനാണ്. ഫൻത അൻഹു തലഖ, പക്ഷെ താങ്കൾ അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചതിന്റെ ആയത്തുകളാണ് ഈ അബസ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ആരെയാണ് ആദരിക്കേണ്ടത്, ആരെയാണ് ബഹുമാനിക്കേണ്ടത്, ആരെയാണ് സ്നേഹിക്കേണ്ടത്, ആരെയാണ് വിലമതിക്കേണ്ടത്, ആരെയാണ് പരിഗണിക്കേണ്ടത് എന്ന ചോദ്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൽ അൻആമിലെ നേരത്തെ നമ്മൾ ഓതിയ 3 ആയത്തുകളിലൂടെയും ഈ അബസമത്വല്ല എന്ന് തുടങ്ങുന്ന ഈ ആയത്തുകളിലൂടെയും അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമിന്റെ സംബന്ധിച്ചുള്ള പറയുന്ന ഈ ആയത്തുകളിലൂടെയും നമുക്ക് മറുപടി നൽകുകയാണ്. അള്ളാഹുവിന്റെ മാനദണ്ഡങ്ങൾ ഈ പറയുന്നതാണ്, അല്ലാതെ ലോകത്തുള്ള മാനദണ്ഡങ്ങളല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള സ്വീകരിക്കുമെന്ന് തോന്നിയപ്പോൾ ഭൂമിയിലുള്ള മാനദണ്ഡങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചേക്കും എന്ന് ആശങ്ക വന്നപ്പോഴേക്ക് അള്ളാഹു ശക്തമായി ഇടപെടുകയും ഒരിക്കലും ഈ പ്രമാണിമാർ അല്ല പരിഗണിക്കപ്പെടേണ്ടവർ, അന്ധനും ദരിദ്രനുമാണ് എങ്കിലും അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്ന ശക്തമായ സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്തുകളിലൂടെ നൽകുകയും ചെയ്യുകയാണ്. ഭൂമിയിലെ മാനദണ്ഡങ്ങളും ആകാശത്തിലെ മാനദണ്ഡങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് സഹോദരന്മാരെ, സഹോദരിമാരെ. ഇതുപോലുള്ള വർത്തമാനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം, 14 നൂറ്റാണ്ട് മുമ്പ് ശക്തമായ അസബീയത്ത്, വർഗീയത, ജാതീയത, പ്രമാണിത്വം, സാമ്പത്തികമായ ഉച്ചനീചത്വം, തറവാട് പോരിമ തുടങ്ങിയ സകല വൃത്തികേടുകളും ഇന്നത്തേക്കാൾ ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഖുർആൻ ഇവരുടെ ഈ തോന്നിവാസങ്ങളിൽ കൈവച്ചത്, ഇവരുടെ ഈ പ്രമാണിത്വങ്ങളിൽ കൈവച്ചത്, ഇവരുടെ ഈ അന്ധമായ
ഈ മേൽക്കോയ്മയിൽ കൈവച്ചുകൊണ്ട് അത് മുഴുവനും തകർത്ത് മാറ്റി അവർ ആ കാലഘട്ടത്തിലെ ജാഹിലിയത്തിന്റെ ലോകം സ്വീകരിച്ചിരുന്ന ഭൗമികമായ എല്ലാ മാനദണ്ഡങ്ങളെയും തകർത്ത് ആകാശലോകത്തുള്ള മാനദണ്ഡം ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയിലൂടെ ഇറക്കുകയാണ് ഇതുപോലുള്ള വചനങ്ങളിലൂടെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടി മാനദണ്ഡങ്ങൾ തകിടം മറിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകിടം മറിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ മാനദണ്ഡങ്ങൾ, ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ വേറെ ഒന്നാണ്, മനുഷ്യരെ പരിഗണിക്കേണ്ടതിന്റെ മാനദണ്ഡങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊടുത്തു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഏറ്റവും അധികം ആദരണീയനായ മനുഷ്യൻ ഏറ്റവും അധികം പടച്ചതമ്പുരാനെ പേടിക്കുന്നവനാണ്. വേറെ എന്ത് അയാൾക്കില്ലെങ്കിലും ഇതുണ്ട് എങ്കിൽ അയാളാണ് ആദരിക്കപ്പെടേണ്ടത്. വേറെ ഒരാൾക്ക് മറ്റു പലതുമുണ്ടെങ്കിലും ഇതില്ലെങ്കിൽ അയാൾ ഒരിക്കലും ഇസ്ലാമിക സമൂഹത്തിൽ ആദരിക്കപ്പെടുകയില്ല എന്ന ശക്തമായ സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇതുപോലുള്ള വചനങ്ങളിലൂടെ തകിടം മറിഞ്ഞു ഭൂമിയിലെ മാനദണ്ഡങ്ങൾ എന്ന് നമുക്ക് കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ഇതുപോലുള്ള ജാഹിലിയത്തുകളെ, പ്രമാണിമാരെ, പോക്കിരികളെ, തടിമിടുക്കുള്ളവരെ, ധനാഢ്യന്മാരെ, കുടുംബ പോരുമ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി കൈകാര്യം ചെയ്തു. എന്നിട്ട് തെക്കുവയുള്ള പാവപ്പെട്ടവരുടെ പക്ഷത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിർദ്ദേശങ്ങൾ, ഈ മാനദണ്ഡങ്ങൾ അവതരിപ്പിച്ചതോടുകൂടി പ്രവാചകൻ പിന്നീട് അത് ലോകത്ത് പ്രയോഗവൽക്കരിക്കുകയാണ്. തത്വങ്ങൾ, സമത്വത്തെപ്പറ്റി അല്ലെങ്കിൽ പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നതിനെ പറ്റി തത്വങ്ങൾ പറഞ്ഞ ഒരു കുറെ പ്രസ്ഥാനങ്ങൾ ലോകത്തുണ്ട്. ഇന്നും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാവങ്ങളുടെ പ്രസ്ഥാനമായിട്ടും തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങളായിട്ടും അവർ സ്വയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ഏതെങ്കിലും ഒരു ലോകത്ത് സ്വൈരമായിട്ട് ജീവിക്കുവാൻ അവർ പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ, അവർ നയിക്കപ്പെടുന്നവരിൽ നിന്ന് നയിക്കുന്നവരിലേക്ക് വരുമ്പോൾ, പ്രയോഗ ലോകത്ത് അവർ എന്താണ്, എങ്ങനെയാണ് സമത്വങ്ങൾ നടപ്പിലാക്കിയത് എന്ന് ലോകം കണ്ടു കഴിഞ്ഞു. ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ എങ്ങനെയാണ് പ്രമാണിമാരുടെ മുമ്പിൽ ഏറ്റുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ തന്നെ ഇപ്പോൾ ലോകത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ എങ്ങനെയാണ് മുതലാളിത്തത്തിന്റെ മുമ്പിൽ കീഴടങ്ങിക്കളഞ്ഞത് എന്ന് ലോകം കണ്ടു കഴിഞ്ഞു. അപ്പൊ തത്വങ്ങള് പറയുക എളുപ്പമാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തത്വങ്ങൾ പറയുകയല്ല, അത് നടപ്പിലാക്കി എന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ലാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി കൈകാര്യം ചെയ്തു. സൂറത്ത് അൻആമിലെ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം. അതായത് ഈ പാവപ്പെട്ട മനുഷ്യർ, അവരുടെ ഇടയിലേക്ക് ഒരിക്കൽ അബൂ സുഫിയാൻ കടന്നു വന്നപ്പോ ഈ പാവപ്പെട്ട ആളുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ വാളുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ശത്രു, അള്ളാഹുവിന്റെ വാളുകൾ അള്ളാഹുവിന്റെ ശത്രുവിനെ ഇതുവരെ പെരുമാറിയിട്ടില്ല, കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് ഈ സാധുക്കൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ശത്രുവിനെ അള്ളാഹുവിന്റെ വാളുകൾ എന്ന് പറയുന്നത് അവരെ പറ്റിയാണ്. അവർ അള്ളാഹുവിന്റെ വാളുകൾ കൈകാര്യം ചെയ്തിട്ടില്ല ഇതുവരെ എന്ന് അവർ ഓർമ്മിപ്പിച്ചപ്പോൾ അബൂബക്കർ നേതാവായ പ്രമാണിയായ അബൂ സുഫിയാനോടാണല്ലോ അങ്ങനെ അയാൾക്ക് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് കേട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബൂബക്കർ ലഅല്ലക അഗ്ളബ്തഹും ഇൻ കുൻത അഗ്ളബ്തഹും ലഖദ് അഗ്ളബ്ത റബ്ബക. അബൂബക്കർ, നിങ്ങൾ ആ മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളായ പാവപ്പെട്ട ആളുകളെ നിങ്ങൾ ദേഷ്യം പിടിക്കും. നിങ്ങളെങ്ങാനും നിങ്ങളുടെ ഈ വർത്തമാനം കൊണ്ട് അവർക്ക് ദോഷമുണ്ടായിട്ടുണ്ട് എങ്കിൽ ലഖദ് അഗ്ളബ്ത റബ്ബക, അബൂബക്കർ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയാണ് ദേഷ്യപ്പെടുത്തിയത്. അവർ ദേഷ്യപ്പെട്ടാൽ, ഈ പാവങ്ങളായ ആളുകൾ ദേഷ്യപ്പെട്ടാൽ, അവരെ ദേഷ്യപ്പെടുത്തിയാൽ അബൂബക്കറിനോട് പറയുകയാണ്, നിങ്ങൾ ദേഷ്യപ്പെടുത്തിയത് അവരെയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്നെയാണ്. ഈ ശക്തമായ റസൂലിന്റെ വർത്തമാനം കേട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, പാവപ്പെട്ട അബൂബക്കറെ അവരുടെ അടുത്തേക്ക് തിരിച്ചു. അവരോട് ചോദിച്ചു, യാ ഇഖ്വതാ ഖലബ്തുകും, എന്റെ സഹോദരന്മാരെ, എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ ഈ വർത്തമാനം പറഞ്ഞത് നിങ്ങൾക്ക് പ്രയാസകരമായി. അവർ പറഞ്ഞില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞാണ് അവസാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയാണ് റസൂൽ
ഓർമ്മിപ്പിച്ചു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. റസൂൽ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയാണ് അവരെ ആദരിച്ചത്. അതുപോലെ തന്നെ നേരത്തെ സൂറത്ത് അന്നാമിലെ ആയത്തിറങ്ങാൻ കാരണക്കാരായ പാവപ്പെട്ട ആ സഹാബികളെ തന്നെ പിന്നെ കാണുമ്പോൾ റസൂല് പറയാറുള്ളത്, എന്നോട് സലാം പറയുവാൻ ആവശ്യപ്പെട്ട ആളുകൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റസൂൽ അവരെ അഭിസംബോധന ചെയ്തിരുന്നത്. കാരണം ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അവരോട് സലാം പറയുക എന്നായിരുന്നു. അങ്ങനെ അവരെ കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് സലാം പറയുകയും എന്നോട് സലാം പറയാൻ ആവശ്യപ്പെട്ടവർക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അങ്ങോട്ട് ഇത് പരിഗണിച്ചുകൊണ്ടാണ് റസൂലിന്റെ ഓരോ പെരുമാറ്റങ്ങളും. അതിനെതിരെ സമൂഹത്തിൽ എന്തുണ്ടാകുമ്പോഴും റസൂൽ ഇടപെട്ടു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു പാവപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന, സഹാബികളുടെ തന്നെ ദൂർത്തി എന്ന് അദ്ദേഹത്തിന് തോന്നിയ പ്രവണതകൾക്കെതിരെ ശക്തമായി പൊരുതിയ ഒരു സഹാബിയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ ബിലാൽ ഇബ്നു റബാഹുമായുള്ള ഒരു വർത്തമാനത്തിനിടയ്ക്ക് യബ്ന സൗദ, ഒരു കറുത്ത സ്ത്രീയുടെ മകനെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം വിളിച്ചു. ഇത് ബിലാൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിപ്പെട്ടു. അപ്പോഴാണ് റസൂൽ വിളിച്ച് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ശക്തമായി അധിക്ഷേപിച്ചത്. ലൈസ ലിബ്നിൽ ബൈളാ അലബിനി സൗദാഇ ഫളിൽ, കറുത്ത ഒരു സ്ത്രീയുടെ മകനേക്കാൾ, പുത്രനേക്കാൾ വെളുത്ത ഒരു സ്ത്രീയുടെ പുത്രന് യാതൊരുവിധ ശ്രേഷ്ഠതയുമില്ല എന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ ഓർമ്മിപ്പിച്ചു. റസൂലിന്റെ ഈ ശക്തമായ അധിക്ഷേപം കേട്ടപ്പോഴാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് അബദ്ധം മനസ്സിലായത്. അങ്ങനെ ബിലാൽ ഇബ്നു റബാഹിന്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു അബൂദർ എന്നാണ് ചരിത്രം പറയുന്നത്. ആ കാൽക്കൽ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ കവിള് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ബിലാൽ ഇബ്നു റബാഹിന്റെ കാല് എന്റെ കവിളിൽ ചവിട്ടാതെ അബൂദർ ഒരിക്കലും ഈ മണ്ണിൽ നിന്ന് കവിളുയർത്തുകയില്ല, ബിലാൽ ചവിട്ടണം എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. കാരണം അബൂദറിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു വലിയ അബദ്ധം, ഒരു തെറ്റായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത്. റസൂൽ അങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത്. ഇതുപോലുള്ള ഒരു അസബിയത്ത് ഒരിക്കലും റസൂൽ അനുവദിച്ചില്ല. സൽമാനുൽ ഫാരിസി, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അദ്ദേഹം പേർഷ്യക്കാരനാണ്. സൽമാനുൽ ഫാരിസി പേർഷ്യക്കാരനായ അറബ് വംശീയനല്ലാത്ത ഒരു സഹാബി എന്ന ഒരു വർത്തമാനം എവിടെയോ നടക്കുന്നു എന്ന് കേട്ടപ്പോൾ റസൂൽ വിളിച്ച് സഹാബികളോട് പറഞ്ഞു, സൽമാൻ മിന്ന അഹ്ലിൽ ബൈത്ത്, സൽമാൻ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവനാണ്, പ്രവാചകന്റെ കുടുംബത്തിലാണ് സൽമാൻ ഉള്ളത്. സൽമാൻ പേർഷ്യക്കാരനാണ് എന്നാരും പറയണ്ട, സൽമാൻ എന്റെ കുടുംബത്തിലെ ഒരു അംഗമാണ്, അഹ്ലുൽ ബൈത്തിലാണ് സൽമാൻ ഉള്ളത് എന്ന് സഹാബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. പേർഷ്യക്കാരനായ സൽമാൻ, സൽമാനുൽ ഫാരിസി, പേർഷ്യക്കാരനായ സൽമാൻ എന്ന് പറയേണ്ടതില്ല, സൽമാൻ യഥാർത്ഥത്തിൽ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ ഓർമ്മിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു കുറേ നടപടികളിലൂടെ പാവങ്ങളുടെ പക്ഷത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലയുറപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് പല ആളുകളും പറയുന്നത് പോലെ ഒരു പക്ഷം നിൽക്കുക എന്നുള്ളത് കൊണ്ടല്ല, അവരെ ഉയർത്തിക്കൊണ്ടുവരികയും അവരിലെ ഈമാനും തെക്കുവയുമാണ് പരിഗണിക്കേണ്ടത്. അല്ലാതെ ബാക്കിയുള്ള ഭൗതികമായ ഒരു മീസാനും ഒരു തുലാസും ഇസ്ലാമിന് സ്വീകാര്യമല്ല. അള്ളാഹുവിന്റെ തുലാസ് വേറെ ഒന്നാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയായിരുന്നു. പ്രവാചകന്റെ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവിയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹയെ, കുലീനതയുള്ള ഒരു വലിയ തറവാട്ടുകാരിയായ സൈനബ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ അടിമയായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഉച്ചനീചത്വം, ഈ വർഗീയത, ഈ അസബീയത്ത്, ഈ ജാഹിലിയത്ത് അനുവദിച്ചുകൂടാ. അത് പ്രായോഗികമായി പ്രവർത്തനങ്ങളിലൂടെ അതിന് കത്തിവെക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് തന്റെ അമ്മാവിയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹയെ തന്റെ അടിമയായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടിമയായിരുന്നു. പക്ഷെ ഒരിക്കലും ആ അടിമബോധം സെയ്ദിൽ ഉണ്ടാകാൻ പ്രവാചകൻ അനുവദിച്ചില്ല. സെയ്ദിനെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അതോടൊപ്പം സെയ്ദിനോടൊപ്പം സമൂഹത്തെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഈ സെയ്ദിനെയാണ് പ്രസിദ്ധമായ മുഅ്ത യുദ്ധത്തിന്റെ നേതാവായി അമീറായി റസൂൽ നിശ്ചയിച്ചത്. ആ സൈന്യത്തിൽ ഖാലിദ് ഇബ്നു വലീദിനെ പോലുള്ള വലിയ വലിയ യുദ്ധ നേതാക്കന്മാരുണ്ടായിരുന്നു, വലിയ സഹാബിവര്യന്മാരുണ്ടായിരുന്നു. ഈ വലിയ വലിയ സഹാബിവര്യന്മാരൊക്കെ ഉള്ള 3000 വരുന്ന ഇസ്ലാമിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട
ഒരു യുദ്ധത്തിന്റെ നേതാവായി നിശ്ചയിച്ചത് തന്റെ അടിമയായിരുന്ന സെയ്ദ് റളിയല്ലാഹുവിനുവിനെയായിരുന്നു. സെയ്ദ് റളിയല്ലാഹുവിനു രക്തസാക്ഷിയായാൽ ജാഫർ ഇബ്നു അബീ താലിബ് പതാക ഏന്തണം. ജാഫർ ഇബ്നു അബീ താലിബും രക്തസാക്ഷിയായാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ പതാക ഏന്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്തു. അമീറാക്കുന്നത് ഏറ്റവും വലിയ ആദരവാണ്, ഒരു യുദ്ധ സൈന്യത്തിന്റെ അമീറാക്കുന്നത്. ആ ഒന്നാമത്തെ പദവി കൊടുത്തത് ഇദ്ദേഹത്തിനാണ്. രണ്ടാമതാണ് റസൂലിന്റെ പിതൃവിപുത്രനായ ജാഫർ ഇബ്നു അബീ താലിബിന് സ്ഥാനം കൊടുക്കുന്നത്. മൂന്നാമതാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹക്ക് സ്ഥാനം കൊടുക്കുന്നത്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം സെയ്ദ് അമീറായി, സെയ്ദ് രക്തസാക്ഷിയായത് ഈ മൂത്ത യുദ്ധത്തിലാണ്. അദ്ദേഹത്തിന് ശേഷം ജാഫർ ഇബ്നു അബീ താലിബും അബ്ദുല്ലാഹി ഇബ്നു റവാഹയും മൂന്നാളും രക്തസാക്ഷികളായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച മൂന്നാളും രക്തസാക്ഷികളായപ്പോഴാണ് ഖാലിദ് ഇബ്നു വലീദ് സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അങ്ങനെ സൈന്യത്തെ ബുദ്ധിപൂർവ്വം പിൻവലിക്കുകയും ചെയ്ത് ശത്രുക്കളുടെ മുമ്പിൽ പിടിച്ചു നിന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോ ഈ സൈന്യത്തിന്റെ ഈ വലിയ 3000-ഓളം വരുന്ന ഈ സൈന്യത്തിന്റെ നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത് ഇദ്ദേഹത്തെയായിരുന്നു. ഈ സെയ്ദ് റളിയല്ലാഹുവിന്റെ മകനായ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹുവിനെ റോമയിലേക്കുള്ള ഇസ്ലാമിക സൈന്യത്തിന്റെ നേതാവാക്കി നിശ്ചയിച്ചു എന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നടപടി. റസൂൽ അവസാനമായി ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം, അവസാനമായി ചെയ്ത കാര്യം ഇതായിരുന്നു. അതായത് ഇതേ അടിമയുടെ മകനായിരുന്ന ഉസാമയെ, ഇതേപോലുള്ള വെറും 18 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ് എന്ന്, യുദ്ധം ചെയ്യാൻ പോകുന്നത് റോമ, ആ കാലഘട്ടത്തിലെ അമേരിക്ക അല്ലെങ്കിൽ റഷ്യ, ഈ കാലഘട്ടത്തിലെ എന്ന് പറയാവുന്ന അത്രയും വലിയ റോമയും പേർഷ്യയുമാണ് അന്നത്തെ വലിയ സാമ്രാജ്യത്വങ്ങൾ. ഈ റോമൻ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ പോകുന്ന ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതാവായി ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹുവിന്റെ അടിമയായിരുന്ന സെയ്ദിന്റെ മകൻ ഉസാമയാണ് റസൂൽ നിശ്ചയിക്കുന്നത്. വെറും ചെറുപ്പക്കാരൻ. അന്ന് നിശ്ചയിക്കപ്പെട്ട ആ സൈന്യത്തിൽ അബൂബക്കറുണ്ട്, ഉമറുണ്ട്, അതുപോലുള്ള മഹാന്മാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ നേതാവായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ ചെറുപ്പക്കാരനെയാണ്. അങ്ങനെ ഈ റസൂലിന്റെ ഈ നിർണയം കഴിഞ്ഞ ശേഷമാണ് റസൂലുള്ളാഹി വഫാത്താകുന്നത്. സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിച്ചു. അങ്ങനെ റസൂലിന്റെ വഫാത്തിന് ശേഷം റസൂലിന്റെ ഒരു തീരുമാനം എന്ന നിലക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് നടപ്പിലാക്കി. ചില ആളുകളൊക്കെ ഉസാമയെ തന്നെ വിടണോ, നേതാവാക്കണോ എന്ന്. അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്, ഒരു ജൂനിയറായ സഹാബിയാണ്. അപ്പോ അബൂബക്കർ സമ്മതിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തീരുമാനം, റസൂലിന്റെ ഖലീഫ മാറ്റുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസാമത്ത് ഇബ്നു സെയ്ദിനെ തന്നെ സേനാനായകനായി നിശ്ചയിച്ചുകൊണ്ട് യുദ്ധത്തിന് വിട്ടു എന്നാണ് നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ മദീനയിലെത്തി ഈ പാവപ്പെട്ട സഹാബികളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകാവുന്ന പരമാവധി, ബോധപൂർവം തന്നെ അവർക്ക് നൽകാവുന്ന വലിയ വലിയ പദവികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ നൽകിയത്. തന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം ഏൽപ്പിച്ചത്, അദ്ദേഹത്തിന്റെ അടിമയുടെ കാര്യം ഏൽപ്പിച്ചത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം ഏൽപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട വേറൊരു സഹാബിയായ ഖാലിദ് ഇബ്നു റുവൈഹയുടെ അടുത്തായിരുന്നു. ബിലാലിനെ നോക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. അപ്പൊ ഈ മുആഖാത്തിന്റെ മദീനയിലെത്തി ഓരോരുത്തരെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നപ്പോ തന്റെ സഹാബികൾക്കിടയിൽ വളരെ താഴെ തട്ടിലുള്ളവർ എന്ന് കരുതപ്പെടുന്ന നീഗ്രോ ആയ ബിലാലിനെ, അടിമയായ സെയ്ദിനെയൊക്കെ ഏറ്റവും പ്രമുഖരായ സഹാബിമാരെ ഏൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ ഉൾക്കൊള്ളുവാൻ പാകപ്പെടുത്തുകയും അത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയും ചെയ്തതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകൾ എപ്പോഴും ഇങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. നിങ്ങൾ എനിക്ക് ശേഷം അബൂബക്കറിനെയും ഉമറിനെയും പിന്തുടരണം എന്ന് പറഞ്ഞ റസൂല് മൂന്നാമതായി പേര് പറഞ്ഞത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഇതായിരുന്നു. ഇതേപോലെ തന്നെ ഒരു താഴെ തട്ടിലുള്ള ഒരു മനുഷ്യൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. അബൂബക്കറും ഉമറും കഴിഞ്ഞാൽ നിങ്ങൾ പരിഗണിക്കേണ്ടത്, നിങ്ങൾ പിന്തുടരേണ്ട കാൽപ്പാടുകൾ അമ്മാറിന്റേതാണ് എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ സമൂഹത്തിന്റെ താഴെ തട്ടിലുണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പറ്റി റസൂൽ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവിശ്വസിക്കേണ്ടതില്ല. ഒരിക്കലും കളവ് പറയാത്ത ഒരു മനുഷ്യനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ത് പറഞ്ഞോ അത് വിശ്വസിക്കണം എന്ന് സഹാബിമാർക്ക്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിധത്തിൽ ആ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നപ്പോ റസൂലിന്റെ പിൻഗാമികളും ഇത് തന്നെ ചെയ്തു. പിന്നീട് ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് തന്നെ ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു ഇത് തന്നെ ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞല്ലോ, ഉസാമത്ത് ബിൻ സെയ്ദിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോഴും ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉസാമത്ത് ബിൻ സെയ്ദിന്റെ സൈന്യം പുറപ്പെടുകയാണ്. സേനാനായകനായ യുദ്ധത്തിന്റെ അമീറായ വലിയ വലിയ സഹാബിമാരുള്ള ആ വലിയ സൈന്യത്തിന്റെ, റോമയോട് യുദ്ധം ചെയ്യാൻ പോകുന്ന സൈന്യത്തിന്റെ നേതാവായി, അധിപനായി ഒട്ടകപ്പുറത്തേക്ക് ഉസാമത്ത് ബിൻ സെയ്ദ് കയറിയപ്പോ, അദ്ദേഹത്തിന്റെ ഒട്ടകം നടന്നു നീങ്ങിയപ്പോ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിന്റെ കൂടെ നടന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഉസാമ പറഞ്ഞു, ഒന്നുകിൽ ഖലീഫ ഒട്ടകപ്പുറത്ത് കയറുക, ഞാൻ നടക്കുക, അല്ലെങ്കിൽ എന്നെ കൂടി ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി അങ്ങയുടെ കൂടെ നടക്കാൻ സമ്മതിക്കുക. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇറങ്ങുകയില്ല, ഞാൻ കയറുകയുമില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. എനിക്കും അല്പം നടന്ന് എന്റെ കാലിൽ മണ്ണ് പുരളുന്ന ഒരു പ്രതിഫലം അള്ളാഹുവിന്റെ മാർഗത്തിൽ രേഖപ്പെടുത്തപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടുകൂടിയാണ് ഞാൻ നടക്കുന്നത് നിങ്ങളുടെ കൂടെ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് നടന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നത്, ഇൻ റഅയ്ത അൻ തുഈനനി ബി ഉമർ ഫഫ്അൽ. ഉമർ സൈന്യത്തിലുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പുതുതായി അധികാരമേറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ അബൂബക്കർ ഉസാമയോട് പറയുകയാണ്, ഇൻ റഅയ്ത അൻ തുഈനനി ബി ഉമർ ഫഫ്അൽ. ഉമറിനെ ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതായത് ഉമറിനെ വിട്ടുകിട്ടണം, ഉമറിനെ സൈന്യത്തിന്റെ കൂടെ കൊണ്ടുപോകരുത്. മദീനയിൽ ഉമറിന്റെ സാന്നിധ്യം ആവശ്യമുള്ള ഒരു സന്ദർഭമാണിത്. പക്ഷേ അതിന് അനുമതി കൊടുക്കേണ്ടത് 18 വയസ്സായ ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറയുന്ന റസൂലിന്റെ അടിമയുടെ മകനാണ്. ഏകപക്ഷീയമായ ഖലീഫ ഉമറിനെ പിടിച്ചുവെക്കുന്നില്ല, ഉമറിനെ കൊണ്ടുപോകരുത് എന്ന് പറയുകയല്ല, കൽപ്പിക്കുകയല്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദയവുണ്ടായി എന്നെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഉമറിനെ ഇവിടെ നിങ്ങൾക്ക് വിട്ടു നൽകാവുന്നതാണ് എന്ന് പറയുക മാത്രമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. ആരോട്? ഈ അടിമയുടെ മകനോട്, 18 വയസ്സായ ഒരു പയ്യനോട്. പക്ഷേ യുദ്ധത്തിന്റെ സേനാനായകനായി നിശ്ചയിക്കപ്പെട്ടതോടുകൂടി ഖലീഫയാണ് എങ്കിലും ആ സേനാനായകന്റെ അനുമതി വാങ്ങിയിട്ട് വേണം സൈന്യത്തിലെ ഒരാളെ തനിക്ക് സഹായത്തിന് നിർത്താനെന്ന മര്യാദയാണ്, ഇസ്ലാമികമായ മര്യാദയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പാലിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നോ ചെയ്തത് അത് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവും അത് തന്നെ ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഒരിക്കൽ പരാതിപ്പെട്ടു, ഉപ്പ എന്നേക്കാളും ഇഷ്ടപ്പെടുന്നത് ഉസാമയെയാണല്ലോ, ഉസാമത്ത് ബിൻ സെയ്ദിനെയാണല്ലോ, ഞാന് ഉപ്പയുടെ മകനല്ലേ, പക്ഷെ എന്നേക്കാളും ഉപ്പ ഇഷ്ടപ്പെടുന്നത് ഉസാമത്ത് ബിൻ സെയ്ദിനെയാണ്, എന്താണ് ഇതിന്റെ കാരണം? അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന സെയ്ദ് അഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബീക. സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിന്റെ ഉപ്പയേക്കാൾ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞാൽ ഉമറിനേക്കാൾ റസൂലിന് ഇഷ്ടം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് ഉമർ തുടർന്നു, വകാന ഉസാമ അഹബ്ബ ഇലാ റസൂലില്ലാഹി മിൻക. റസൂലിന് ഉസാമയോടായിരുന്നു നിന്നേക്കാൾ സ്നേഹമുണ്ടായിരുന്നത്. നിങ്ങൾ ഒരേ തരത്തിലുള്ള രണ്ട് ചെറുപ്പക്കാരാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. പക്ഷെ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനേക്കാളും റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഉസാമത്ത് ബിൻ സെയ്ദിനെ ആയിരുന്നു. ഉമർ ബിൻ ഖത്താബിനേക്കാളും റസൂൽ ഇഷ്ടപ്പെട്ടത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. ഫആസർതു ഹുബ്ബ റസൂലില്ലാഹി അലാ ഹുബ്ബി. എന്റെ ഹുബ്ബിനേക്കാളും ഞാൻ റസൂലിന്റെ ഹുബ്ബിന്, എന്റെ സ്നേഹത്തെക്കാളും ഞാൻ റസൂലിന്റെ സ്നേഹത്തിന് വില കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് റസൂൽ ഉസാമയെയാണ് നിന്നേക്കാൾ സ്നേഹിച്ചത് എന്നതുകൊണ്ട് ഞാൻ ഉസാമയെ നിന്നേക്കാൾ സ്നേഹിക്കുന്നു. ഉസാമയുടെ പിതാവിനെയാണ് എന്നേക്കാൾ റസൂൽ സ്നേഹിച്ചത് എന്നതുകൊണ്ട് ആ പിതാവിന്റെ മകൻ ഉസാമയെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. കുറെ കാര്യങ്ങൾ സഹോദരന്മാരെ ഇത് ഉമറിന്റെ ഈ വർത്തമാനത്തിൽ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അടിമയുടെ മകനോടുള്ള സ്നേഹം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് സ്വന്തം മകനെയല്ല, റസൂൽ സ്നേഹിച്ചത് ഉസാമയെയാണ് എന്നതുകൊണ്ട് മകനോടുള്ള സ്നേഹത്തെ മാറ്റിവെച്ചുകൊണ്ട് ഉസാമയെ റസൂലിന്റെ സ്നേഹം അങ്ങനെയായിരുന്നു എന്നതുകൊണ്ട് ആ സ്നേഹത്തെ ഏറ്റെടുക്കുകയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോ പാവങ്ങളുടെ പക്ഷത്ത് ഉമർ റളിയല്ലാഹു അൻഹു നിന്നു എന്നതിന് കുറെ ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഖലീഫയുടെ വാതിൽക്കൽ
ഒരിക്കൽ അബൂ സുഫിയാനും കൂട്ടരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മുസ്ലിമാണ് അദ്ദേഹവും. അതേപോലെ തന്നെ ബിലാലും സുഹൈബും. ഇങ്ങനെ രണ്ടു കൂട്ടർ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വാതില് തുറന്ന് ആദ്യം അകത്തേക്ക് വിടാൻ ആവശ്യപ്പെട്ടത് ഈ പാവപ്പെട്ട സഹാബിമാരെ ആയിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ബിലാലിനെയും സുഹൈബിനെയും അകത്ത് വിടൂ എന്ന് റസൂൽ പറഞ്ഞു. അബൂ സുഫിയാൻ അവിടെ ഇരിക്കട്ടെ. കാരണം ഇസ്ലാമിലേക്ക് ആദ്യം വന്നത് ബിലാലും സുഹൈബുമാണ്, അബൂ സുഫിയാൻ അല്ല. അതുകൊണ്ടാണ് ഖലീഫയായ ഉമർ ആദ്യം അവർക്ക് പ്രവേശനം നൽകുന്നത്. രണ്ടാമത് വന്ന് അബൂ സുഫിയാൻ അദ്ദേഹത്തിന്റെ ദേഷ്യം പ്രകടിപ്പിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അത് പരിഗണിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു അബൂ സുഫിയാൻ വലിയ സ്ഥാനമുണ്ട് സമൂഹത്തിൽ എന്നത് ശരിയാണ്, ഖുറൈശി പ്രമാണിയാണ്. പക്ഷെ ഇസ്ലാമിലേക്ക് ആദ്യം വന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവും സുഹൈബ് റളിയല്ലാഹു അൻഹുവും ആയതുകൊണ്ട് ഖലീഫയുടെ കവാടം ആദ്യമായി തുറക്കപ്പെടുന്നത് അവരുടെ മുമ്പിലാണ്. പിന്നീടാണ് അബൂ സുഫിയാന്റെ മുമ്പിൽ തുറക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം ഉമർ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിക്കാറുണ്ടായിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ ഹുവ സയ്യിദുനാ അഅതഖ സയ്യിദനാ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നമ്മുടെ നേതാവാണ്, അഅതഖ സയ്യിദനാ നമ്മുടെ നേതാവിനെ മോചിപ്പിച്ച നേതാവ് എന്ന് പറഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച, ബിലാൽ എന്ന് പറയുന്ന നമ്മുടെ സയ്യിദിനെ മോചിപ്പിച്ച സയ്യിദാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. അപ്പോ അബൂബക്കർ എന്തുകൊണ്ടാണ് സയ്യിദാകുന്നത്? ബിലാൽ എന്ന് പറയുന്ന സയ്യിദിനെ മോചിപ്പിച്ചത് കൊണ്ടാണ് അബൂബക്കർ സയ്യിദാകുന്നത്. ഹുവ സയ്യിദുനാ അഅതഖ സയ്യിദനാ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലൗ കാന സാലിം മൗല അബീ ഹുദൈഫ ഹയ്യൻ ലസ്തഖലഫ്തുഹു, അബൂ ഹുദൈഫയുടെ അടിമ സാലിം മൗല അബീ ഹുദൈഫ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എനിക്ക് ശേഷം അദ്ദേഹത്തെ ഖലീഫയാക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഉമർ ഖലീഫമാരെ നിശ്ചയിച്ചുകൊണ്ടല്ല മരിച്ചുപോയത്, 6 ആളുകളെ ആ കാര്യം ഏൽപ്പിച്ചുകൊണ്ടാണ്. ആരെയും ഖലീഫയാക്കിയില്ല. ഉസ്മാനെയും അലി ഇബ്നു അബീ താലിബിനെയും ഖലീഫയായി നിശ്ചയിച്ചില്ല. പക്ഷെ അതേ ഉമർ തന്നെ പറയുന്നു, സാലിം മൗല അബീ ഹുദൈഫ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ നിസ്സംശയം ഖലീഫയാക്കി നിർദ്ദേശിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒരു അടിമയായ മനുഷ്യനാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവും ഇതുപോലെ തന്നെയാണ് സമൂഹത്തിൽ അള്ളാഹുവിന്റെ മാനദണ്ഡങ്ങളെ, ആകാശലോകത്തുള്ള മാനദണ്ഡങ്ങളെ, വഹയിന്റെ മാനദണ്ഡങ്ങളെ, ഭൂമിയിലുള്ള മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ സമൂഹത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആരാണ് ആദരിക്കപ്പെടേണ്ടത്, ആരാണ് ബഹുമാനിക്കപ്പെടേണ്ടത്, ആരാണ് സ്നേഹിക്കപ്പെടേണ്ടത്, ആരാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സമൂഹത്തെ പ്രയോഗതലത്തിൽ പഠിപ്പിക്കുകയുണ്ടായി എന്നാണ് നമ്മൾ പറയുന്നതിന്റെ ചുരുക്കം. നമ്മൾ 2-3 കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ഖുർആന്റെ മുഅ്ജിസത്തിനുള്ള ഏറ്റവും വലിയ തെളിവുകളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ച ആയത്തുകൾ ഈ പ്രവാചകൻ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അബസ വതവല്ല എന്ന ആയത്തുകൾ ആരാണ് സമൂഹത്തിന് നൽകുന്നത്? അധിക്ഷേപിക്കപ്പെട്ട അതേ പ്രവാചകനാണ്. എന്നെ അധിക്ഷേപിച്ചിരിക്കുന്നു എന്ന ആയത്തുകളെ പ്രവാചകന് മൂടിവെക്കാമായിരുന്നു. പ്രവാചകൻ അത് ചെയ്തില്ല. പ്രവാചകനെ പറ്റി പറയുന്ന, അല്ലെങ്കിൽ പ്രവാചകൻ സ്വന്തമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ഖുർആനായിരുന്നു ഇതെങ്കിൽ ഈ ഭാഗം ഈ ഖുർആനിൽ ഉണ്ടാവേണ്ടതില്ലായിരുന്നു. പക്ഷേ പ്രവാചകനെ അധിക്ഷേപിക്കുന്ന അബസ വതവല്ല എന്ന് പറയുന്ന അതിശക്തമായ അധിക്ഷേപം ഇതിലുണ്ട്. സയ്യിദ് ഖുത്ബ് കല്ല ഇന്നഹാ തദ്കിറ, വേണ്ട, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറയുന്ന ആ കല്ല എന്ന് പറയുന്ന ആ വർത്തമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു തവണ മാത്രമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. അത് ഇവിടെയാണ് എന്ന് എടുത്തു പറയുകയുണ്ടായിട്ടുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഓർമ്മപ്പെടുത്തൽ ഇത് ഖുർആനെ പറ്റിയാണ് എന്നും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഓർമ്മപ്പെടുത്തൽ, ഈ ആക്ഷേപം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്നതാണ് ഇതിന്റെ അർത്ഥമെങ്കിൽ കല്ല എന്ന് പ്രവാചകനോട് പറഞ്ഞ ഏകവചനം ഇതാണ് എന്ന് സയ്യിദ് ഖുത്ബ് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായിട്ട്. അപ്പൊ അത്രയും ശക്തമായ ഒരധിക്ഷേപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ലോകത്തിന് നൽകുന്നത് ഇതേ പ്രവാചകൻ തന്നെയാണ്. ഇത് ഖുർആനിന്റെ അമാനുഷികതയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ്. സഹോദരന്മാരെ, പ്രവാചകനെ അധിക്ഷേപിച്ച ആയത്തുകൾ ഈ ഖുർആനിലുണ്ട്. അതൊരിക്കലും മൂടിവെക്കപ്പെടുകയുണ്ടായില്ല. ഇത് ഈ ഖുർആനിന്റെ ഒരു അമാനുഷികതയ്ക്ക് തെളിവാണ്. രണ്ടാമത്, ലോകത്ത് പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇസ്ലാം എങ്ങനെയാണ് പാവങ്ങളുടെ പക്ഷത്ത് നിന്നത് എന്ന് പഠിക്കേണ്ടതുണ്ട്. ലോകത്ത് ഈ സമത്വത്തിന്റെ മാനദണ്ഡങ്ങൾ
ഏറ്റവും ശക്തമായി പ്രയോഗവൽക്കരിച്ച ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാമല്ലാതെ വേറെ ഇല്ല എന്ന് നിഷ്പക്ഷമായി പഠിക്കുന്ന ഒരാൾക്കും ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇസ്ലാം തത്വങ്ങൾ ഖുർആനിലൂടെ പറയുക മാത്രമല്ല, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന വചനത്തെ സമൂഹത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം നമ്മുടെ നിലപാട് എന്ത് എന്നുള്ളതാണ്. ഇതുപോലുള്ള ആകാശലോകത്തിന്റെ മാനദണ്ഡങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയ്യായി പ്രവാചകനെ പോലും കൈകാര്യം ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളത് സമൂഹത്തിൽ സ്വീകരിക്കപ്പെടേണ്ടത് ഈ മാനദണ്ഡങ്ങൾ മാത്രമായിരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നമ്മൾ മാനദണ്ഡങ്ങളെ നിർണയിക്കുമ്പോൾ ഖുർആൻ നിശ്ചയിച്ച ഈ വഹയിന്റെ മാനദണ്ഡങ്ങൾ നാം നിരാകരിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട്. നാം മനുഷ്യരോട് പെരുമാറുന്നത്, നാം മനുഷ്യരെ പരിഗണിക്കുന്നത്, നാം മനുഷ്യരെ വിലമതിക്കുന്നത്, നാം മനുഷ്യരെ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത് ഖുർആൻ പറഞ്ഞു തന്ന ഈ ശുദ്ധസുന്ദരമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണോ, അതല്ല ഭൗതിക ലോകത്ത് ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കി വെച്ച കൃത്രിമമായ വൃത്തികെട്ട മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണോ എന്ന് നാം നമ്മെപ്പറ്റിയും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ ദൂഷ്യങ്ങൾ, തിന്മകൾ നമുക്കെല്ലാവർക്കും പുറത്തു തരികയും ചെയ്യുമാറാവട്ടെ.